Chapter 11 Symmetric Functions. First we have the definition of a symmetric function. A polynomial in the variables x1, x2, etc. xn is called a symmetric polynomial or a symmetric function of these variables if it is not changed by the changing the order of the variables in any manner whatsoever. That is, നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ട്, ഒരു പോളിനോമിയൽ in more than two or that is two or more than variables. That is, suppose that if some x1 plus x2 എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, അപ്പോൾ ഇതൊരു സിമ്മട്രിക് ഫംഗ്ഷനാണ് എന്ന് പറയണമെങ്കിൽ ഇതിലെ വാരിയബിൾസിൻ്റെ ഓർഡർ ചേഞ്ച് ചെയ്താലും ഫംഗ്ഷന് വ്യത്യാസം ഉണ്ടാവാൻ പാടില്ല, ചേഞ്ച് ഉണ്ടാവാൻ പാടില്ല. ദാറ്റ് ഈസ്, ഇതിൽ x1 ആദ്യത്തെ വേരിയബിളായിട്ടും x2 രണ്ടാമത്തെ വേരിയബിളായാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ x1 പ്ലസ് x2നെ നമുക്ക് x2 പ്ലസ് x1 എന്ന് എഴുതിയാലും ആ ഫംഗ്ഷൻ വാരി ചെയ്യുന്നില്ല. സോ ദിസ് ഈസ് എ സിമ്മട്രിക് ഫംഗ്ഷൻ ഇൻ ടു വേരിയബിൾസ് x1 ആൻഡ് x2 എന്ന് പറയാം. ഇനി നമ്മൾ x1 മൈനസ് x2 എന്നുള്ള ഫംഗ്ഷൻ എടുത്താൽ ഇതിനെ നമ്മൾ x1 ഈസ് റീപ്ലേസ്ഡ് ബൈ x2 ആൻഡ് വൈസ് വേഴ്സ, വി ഗെറ്റ് x2 മൈനസ് x1 എന്ന് കിട്ടും. പക്ഷേ ഈ രണ്ട് ഫംഗ്ഷനും ഈക്വൽ അല്ല, അതുകൊണ്ട് ഇതൊരു സിമ്മട്രിക് ഫംഗ്ഷൻ അല്ല. സോ ദിസ് ഈസ് എ x1 പ്ലസ് x2 ഈസ് എ സിമ്മട്രിക് ഫംഗ്ഷൻ. അപ്പോൾ ഇങ്ങനെയുള്ള ഫംഗ്ഷൻസിന്, ദാറ്റ് ഈസ് ഇഫ് ദി ഓർഡർ ഓഫ് ദി വേരിയബിൾസ്, if we changed the order of the variables but the function is not changed, then such functions or polynomials are called symmetric polynomial or a symmetric function of that variables. So we have certain examples. That is, first one, a square plus b square plus c square minus ab minus ac minus bc. ഇതൊരു സിമ്മട്രിക് ഫംഗ്ഷനാണ് ഇൻ 3 വേരിയബിൾസ്. അതായത് എ ബി സി, അത് അവയുടെ ഓർഡർ എങ്ങനെ മാറ്റിയാലും ഈ ഫംഗ്ഷന് നമുക്ക് സെയിം റിസൾട്ടാണ് കിട്ടുക. ദ നെക്സ്റ്റ്, എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് സി ക്യൂബ് മൈനസ് 3abc, അതും ഒരു സിമ്മട്രിക് ഫംഗ്ഷനാണ് ഇൻ 3 വേരിയബിൾസ്. ആൾസോ എ പ്ലസ് ബി പ്ലസ് സി ഇൻറ്റു എ ബി സി ആർ സിമ്മട്രിക് പോളിനോമിയൽസ് ഓർ സിമ്മട്രിക് ഫംഗ്ഷൻ ഓഫ് ദ വേരിയബിൾസ് എ ബി സി. സിമിലർലി നമുക്ക് x1, x2, x3, x4 4 വേരിയബിൾസ് വരുന്ന സിമ്മട്രിക് ഫംഗ്ഷൻസിന് എക്സാമ്പിൾ ഉണ്ട്. x1 റൈസ് ടു 4 പ്ലസ് x2 റൈസ് ടു 4 പ്ലസ് x3 റൈസ് ടു 4 പ്ലസ് x4 റൈസ് ടു 4 പ്ലസ് 3 ഇൻറ്റു x1 x2 പ്ലസ് x2 x3 ഇൻറ്റു x1 x3 പ്ലസ് x2 x4 ഇൻറ്റു x1 x4 പ്ലസ് x2 x3. അതുപോലെ മറ്റൊരു ഫംഗ്ഷനാണ് ഇത് തന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ഫംഗ്ഷൻസിന് സിമ്മട്രിക് ഫംഗ്ഷൻസ്, എത്ര വേരിയബിളാണോ വരുന്നത് അത്രയും വേരിയബിൾസിലുള്ള സിമ്മട്രിക് ഫംഗ്ഷൻസ് എന്ന് നമ്മൾ വിളിക്കുന്നു. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഒരു സിമ്മട്രിക് ഫംഗ്ഷനാണ്, എ മൈനസ് ബി ഹോൾ സ്ക്വയർ സിമ്മട്രിക് ഫംഗ്ഷനാണ്. ബട്ട് എ മൈനസ് ബി അതൊരു സിമ്മട്രിക് ഫംഗ്ഷൻ അല്ല. സോ ദിസ് ഈസ് ദ ഡെഫിനിഷൻ ആൻഡ് എക്സാമ്പിൾസ് ഫോർ എ symmetric function. Then next we have another function, that is sigma function. Sigma function. Sigma function means if we consider a term that is some x1 raised to alpha 1 into x2 raised to alpha 2 into etc. xm raised to alpha m. ഇങ്ങനെ ഒരു ടേം നമ്മൾ കൺസിഡർ ചെയ്യുന്നു വേർ ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ എം ആർ പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ആണ്. ആൻഡ് ഇഫ് വി റീപ്ലേസ് ദിസ് 1 2 3 എക്സെട്ര എം, അതായത് ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ എം, അതിലെ അവയുടെ ആ പൊസിഷൻ 1 2 3 എക്സെട്ര എം ബൈ ആൾ പോസിബിൾ അറേഞ്ച്മെൻറ്റ്സ്, അവയ്ക്ക് എത്ര അറേഞ്ച്, ഇപ്പോൾ 1 2 എമ്മിനെ നമുക്ക് എങ്ങനെ എഴുതാം, 1 3 5 അങ്ങനെയുള്ള ഏത് ഓർഡറിൽ വെച്ചിട്ടും നമുക്ക് എഴുതാം, അവയ്ക്കിടയിൽ ഓർഡർ മാറ്റി എഴുതാം. സോ ഇങ്ങനെയുള്ള എല്ലാ പോസിബിൾ അറേഞ്ച്മെൻറ്റ്സ് വെച്ചിട്ടും നമ്മൾ ഈ 1 2 എക്സെട്ര എമ്മിനെ റീപ്ലേസ് ചെയ്താൽ ആൻഡ് അങ്ങനെയുള്ള ഒരുപാട് ടേമുകൾ നമുക്ക് കിട്ടും. സോ
അങ്ങനെയുള്ള എല്ലാ ടേമുകളുടെയും എല്ലാ ഡിസ്റ്റിങ്ക്റ്റ് ടേമുകളുടെയും ഇപ്പോൾ ചില ടേമുകൾ ഒരുപോലെ വരാം. നമ്മൾ റീപ്ലേസ് ചെയ്യുമ്പോൾ ചില ടേമുകൾ റിപ്പീറ്റ് ചെയ്ത് വരും. അപ്പോൾ അങ്ങനെയുള്ള റിപ്പീറ്റ് ചെയ്ത് വരുന്ന ടേമുകൾ ഒഴിവാക്കി നമ്മൾ എല്ലാ ഡിസ്റ്റിങ്ക്റ്റ് ടേംസിൻ്റെയും സം എടുത്താൽ ഇങ്ങനെയുള്ള റീപ്ലേസ് ചെയ്ത് കിട്ടുന്ന റീഅറേഞ്ച് ചെയ്ത് കിട്ടുന്ന എല്ലാ അറേഞ്ച്മെൻറ്റുകളുടെയും ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് വരുന്ന എല്ലാ അറേഞ്ച്മെൻറ്റുകളുടെയും സം എടുത്താൽ നമുക്കൊരു സിമ്മട്രിക് ഫംഗ്ഷൻ കിട്ടും. ആ സിമ്മട്രിക് ഫംഗ്ഷനെയാണ് നമ്മൾ സിഗ്മ ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. സിഗ്മ ഫംഗ്ഷൻ അത് ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്: സിഗ്മ x1 റേസ് ടു ആൽഫ 1 ഇൻറ്റു x2 റേസ് ടു ആൽഫ 2 എക്സെട്ര xm റേസ് ടു ആൽഫ. ഇറ്റ് ഈസ് എ സിഗ്മ ഫംഗ്ഷൻ ഓഫ് ദ ടൈപ്പ്, ആ പവറിൻ്റെ ഓർഡറാണ് നമ്മൾ ടൈപ്പായിട്ട് എഴുതുക, ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ. ഫോർ എക്സാമ്പിൾ, ഇതിന് നമ്മൾ എക്സാമ്പിളായിട്ട് നമ്മൾ പറയുന്ന അതായത് എലമെൻ്ററി സിമ്മട്രിക് ഫങ്ഷൻസ് ആണ്. അതായത് ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യാണ് വാരിയബിൾസ് x1 x2 എക്സെട്ര xn, n വാരിയബിൾസ് കൺസിഡർ ചെയ്തു. സോ f1 എന്ന് പറഞ്ഞാൽ സിഗ്മ x1. സിഗ്മ x1 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സിഗ്മ ഫംഗ്ഷൻ. സിഗ്മ x1 മീൻസ് x1 ക്യാൻ ബി റീപ്ലേസ്ഡ് ബൈ ഈ x1നെ, ഈ n വാരിയബിൾസ് ഉണ്ട് നമുക്ക്, ഈ n വാരിയബിൾസ് കൊണ്ട് എങ്ങനെ വേണേൽ റീപ്ലേസ് ചെയ്യാം. അങ്ങനെ കിട്ടുന്ന ഒരുപാട് ടേം, അതായത് x1നെ നമ്മൾ x1 അത് ആദ്യത്തെ അറേഞ്ച്മെൻറ്റ്, ദെൻ x1നെ നമ്മൾ x2 കൊണ്ട് റീപ്ലേസ് ചെയ്തു, x3 കൊണ്ട് റീപ്ലേസ് ചെയ്തു, എക്സെട്ര xn കൊണ്ടുവരെ റീപ്ലേസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന എല്ലാ ടേമുകളുടെയും സമ്മ്, ദാറ്റ് ഈസ് ആ സമ്മ് എന്ന് പറഞ്ഞാൽ x1 പ്ലസ് ഡിസ്റ്റിങ്ക്റ്റ് ടേമുകളുടെ x2 പ്ലസ് x3 പ്ലസ് എക്സെട്ര പ്ലസ് xn. ഇതാണ് നമ്മൾ ഈ x1 x2 എക്സെട്ര xn ലുള്ള സിഗ്മ ഫംഗ്ഷൻ. അതിനെയാണ് നമ്മൾ സിഗ്മ x1 എന്ന് എഴുതുന്നത്. സോ സിഗ്മ x1 ഈക്വൽ ടു x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര പ്ലസ് xn. ഇനി മറ്റൊരു എലമെൻ്ററി ഫംഗ്ഷനാണ് f2, ദാറ്റ് ഈസ് സിഗ്മ x1 x2. അപ്പോൾ x1 x2ൻ്റെ എല്ലാ പോസിബിൾ അറേഞ്ച്മെൻറ്റ്സിൻ്റെയും അങ്ങനെ വരുന്ന ഡിസ്റ്റിങ്ക്റ്റ് ടേമുകളുടെ സമ്മ്. അപ്പോൾ x1 x2നെ നമുക്ക് x1 x2 തന്നെ എഴുതാം, ദെൻ അടുത്തതിന് നമുക്ക് x1 x3 എഴുതാം. അങ്ങനെ n വാരിയബിൾസുള്ള എല്ലാ പോസിബിലിറ്റിയും പ്ലസ് എക്സെട്ര. അതുപോലെ f3 ഉണ്ട്, 3 എണ്ണം വരുന്നത്, സിഗ്മ x1 x2 x3. അപ്പോൾ അതിനെ നമുക്ക് x1 x2 x3 പ്ലസ് x1 x2 x4 പ്ലസ് എക്സെട്ര. അങ്ങനെ ഒരുപാട് n എത്രയാണോ അതിനെ ഡിപ്പെൻഡ് ചെയ്യും നമ്പർ ഓഫ് ടേംസ്. ഇനി n ആണെങ്കിൽ fn ആണെങ്കിൽ സിഗ്മ x1 x2 എക്സെട്ര xn. ഇതിലൊരു അറേഞ്ച്മെൻറ്റ് ഉണ്ടാവും, കാരണം എങ്ങനെ റീപ്ലേസ് ചെയ്താലും ബാക്കി വരുന്ന, അതായത് പ്രോഡക്റ്റ് x1 x2 എക്സെട്ര xn, ബാക്കി വരുന്ന ഏതുകൊണ്ട് റീപ്ലേസ് ചെയ്താലും ഇതേ ടേം തന്നെ കിട്ടും. അപ്പോൾ അതായത് ഡിസ്റ്റിങ്ക്റ്റ് ടേമായിട്ട് ഒരൊറ്റ ടേം ഉണ്ടാവും, അത് x1 x2 എക്സെട്ര xn ആയിരിക്കും. സോ അതുപോലെ തന്നെ പവേഴ്സ് എടുക്കാറുണ്ട് നമ്മൾ, സം ഓഫ് പവേഴ്സ്, സിഗ്മ x1 റേസ് ടു ആൽഫ, ദാറ്റ് ഈസ് x1 റേസ് ടു ആൽഫ എന്ന് പറഞ്ഞാൽ x1നെ x2 കൊണ്ട് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ നമുക്ക് x2 റേസ് ടു ആൽഫ കിട്ടും, ദെൻ x3 റേസ് ടു ആൽഫ, അങ്ങനെയുള്ളൊരു സമ്മ്, ദാറ്റ് ഈസ് x1 റേസ് ടു ആൽഫ പ്ലസ് x2 റേസ് ടു ആൽഫ പ്ലസ് എക്സെട്ര പ്ലസ് xn റേസ് ടു ആൽഫ. ഇത് സം ഓഫ് പവേഴ്സ് ആണ്. അത് നമ്മൾ എസ് ആൽഫ എന്ന് ഡിനോട്ട് ചെയ്യും. അതായത് സം ഓഫ് സ്ക്വയേഴ്സ് ആണെങ്കിൽ S2 എന്ന് ഡിനോട്ട് ചെയ്യും. ദാറ്റ് ഈസ് സിഗ്മ x1 സ്ക്വയർ ആയിരിക്കും, ദാറ്റ് ഈസ് x1 സ്ക്വയർ പ്ലസ് x2 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് xn സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് സിഗ്മ ഫംഗ്ഷൻ, അതുപോലെ എലമെൻ്ററി സിമ്മട്രിക് ഫങ്ഷൻസ് ഒക്കെ വരുന്നത്. നൗ വി ഹാവ് an example, that is we take n equal to 4, number of variables 4 ആണ്, and we consider a sigma function of the type 2 to 1. 2 to 1 എന്ന ടൈപ്പിൽ ഒരു സിഗ്മ ഫംഗ്ഷൻ കൺസിഡർ ചെയ്യണം. അപ്പോൾ 4 വേരിയബിൾ ഉണ്ടാവും, x1 x2 x3 x4, and we consider a sigma function of the type 2 to 1 in the variables x1 x2 x3 x4, and that can be written as, അതായത് 2 to 1 ടൈപ്പ് എന്ന് പറഞ്ഞാൽ ആദ്യത്തേൻ്റെ പവർ 2 ആണ്, ദാറ്റ് ഈസ് x1 സ്ക്വയർ, ദെൻ രണ്ടാമത്തേൻ്റെ പവർ 2 ആണ്, x2 സ്ക്വയർ, ദെൻ മൂന്നാമത്തേൻ്റെ പവർ 1 ആണ്, x3. സോ ഇതിനെ നമുക്ക് സിഗ്മ x1 സ്ക്വയർ
x2 സ്ക്വയർ x3 എന്ന് എഴുതാം. ഇതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരുന്ന എല്ലാ പോസിബിൾ ടേമുകളുടെയും ഡിസ്റ്റിങ്ക്റ്റ് ടേമുകളുടെയും സമ്മാണ്. ദാറ്റ് ഈസ് ഫസ്റ്റ് ടേം ഇതന്നെ എഴുതാം, x1 സ്ക്വയർ x2 സ്ക്വയർ x3. ദെൻ x1 സ്ക്വയർ ഫിക്സ് ചെയ്യാം നമുക്ക്, x1 സ്ക്വയർ. ദെൻ x2 സ്ക്വയറും ഫിക്സ് ചെയ്യാം. ലാസ്റ്റ് ടേം ഒരു വേരിയബിളും കൂടെ ഉണ്ട്, 4 വേരിയബിൾ ഉണ്ട്, x4 ആക്കി മാറ്റാം. പ്ലസ് ഇനിയും ടേമുകൾ ഉണ്ടാവും, x1 സ്ക്വയർ. ഇനി അതായത് x1 സ്ക്വയർ x2 സ്ക്വയറിൻ്റെ 2 പോസിബിലിറ്റി എഴുതി. ഇനി x1 സ്ക്വയർ x3 സ്ക്വയർ x2 പ്ലസ് x1 സ്ക്വയർ x3 സ്ക്വയർ x4. വീണ്ടും ഇവിടെ ഓരോ ടേമും ഓരോ തവണ വരാൻ പാടുള്ളൂ. അതായത് വീണ്ടും x1, അതായത് x1 സ്ക്വയർ x3 സ്ക്വയർ x1 എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു ടേം എഴുതാൻ പാടില്ല, കാരണം x1ൻ്റെ പവർ 2 ആണ്, അതിൽ കൂടുതൽ ആകാൻ പാടില്ല. 2 2 1 ആണ് ടൈപ്പ്. ആ ടൈപ്പ് കീപ്പ് ചെയ്യണം. സോ x1 സ്ക്വയർ x3 സ്ക്വയർ x2 എഴുതി, x4 എഴുതി. ദെൻ നെക്സ്റ്റ് വരുന്നത്, അപ്പോൾ x1 സ്ക്വയർ x3 സ്ക്വയർ ഓക്കെയാണ്, 2 ടേം എഴുതി. ദെൻ x1 സ്ക്വയർ x4 സ്ക്വയർ x2 പ്ലസ് x1 സ്ക്വയർ x4 സ്ക്വയർ x3 പ്ലസ് ഇനി നമുക്ക് x1 സ്ക്വയറിൻ്റെ എല്ലാം എഴുതി ഇപ്പോൾ. ഇനി ആദ്യത്തെ ടേം x2 സ്ക്വയർ ആക്കി മാറ്റാം, x2 സ്ക്വയർ. അതായത് ഇവിടെ ആദ്യം വരുന്നത് x1 തന്നെ ആദ്യം വരണമെന്നൊന്നുമില്ല, അതായത് ഇത്രയേ ഉള്ളൂ. 2 2 1 ടൈപ്പ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ വേരിയബിൾ ഏതാണോ അതിൻ്റെ പവർ 2 ആയിരിക്കണം, രണ്ടാമത്തെ വേരിയബിൾ ഏതാണോ അതിൻ്റെ പവറും 2 ആയിരിക്കണം, മൂന്നാമത്തെ വേരിയബിൾ ഏതാണോ അതിൻ്റെ പവർ 1 ആയിരിക്കണം. അത്രയേ ഉള്ളൂ. സോ x2 സ്ക്വയർ x3 സ്ക്വയർ x4 പ്ലസ് x2 സ്ക്വയർ x3 സ്ക്വയർ x1 പ്ലസ് x2 സ്ക്വയർ x4 സ്ക്വയർ x1 പ്ലസ് x2 സ്ക്വയർ x4 സ്ക്വയർ x3 പ്ലസ് x3 സ്ക്വയർ x4 സ്ക്വയർ x1 പ്ലസ് x3 സ്ക്വയർ x4 സ്ക്വയർ x2. അപ്പോൾ ഇതേ സമ്മേഷൻ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, സിഗ്മ x1 സ്ക്വയർ x2 സ്ക്വയർ x4 എന്ന് എഴുതാം. അതും ഇതേ സം തന്നെയാണ് കിട്ടുക, സിഗ്മ x2 സ്ക്വയർ x3 സ്ക്വയർ x4 എന്ന് എഴുതാം. എങ്ങനെ വേണമെങ്കിലും ഏത് എഴുതിയാലും നമുക്ക് ഈ എക്സ്പ്രഷൻ തന്നെയാണ് കിട്ടുക. ഒരുപാട് റെപ്രസെൻറ്റേഷൻസ് ഉണ്ടായിരിക്കും. ഇനി എന്താണ് ഒരു സിമ്മട്രിക് ഫംഗ്ഷനും അതുപോലെ സിഗ്മ ഫംഗ്ഷനും തമ്മിലുള്ള റിലേഷൻ? ഏതൊരു സിമ്മട്രിക് ഫംഗ്ഷനും അതിനെ നമുക്ക് സിഗ്മ ഫംഗ്ഷൻസിൻ്റെ ലീനിയർ കോമ്പിനേഷനാക്കി എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് എവരി സിമ്മട്രിക് ഫംഗ്ഷൻ ഇസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് സിഗ്മ ഫംഗ്ഷൻസ്. ഇഫ് വി ഹാവ് എ സിമ്മട്രിക് ഫംഗ്ഷൻ phi of x1, x2, etc. xn in n variables, that can be written as sum of linear combination, that is sum of sigma functions, that is a into some sigma x1 raised to alpha 1, x2 raised to alpha 2, etc. xm raised to alpha m. ഇവിടെ n വരണമെന്നില്ല, 4 വേരിയബിൾ ആകുമ്പോൾ നമ്മൾ 3 എണ്ണം വെച്ചിട്ടാണ് എഴുതിയത്, 4 വേരിയബിൾ ഉണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് എക്സം വരെ എടുത്തത്. പ്ലസ് അടുത്ത ടേം ബി ഇൻറ്റു സം വേറെ ഏതെങ്കിലും പവർ x1 റേസ് ടു സം ബീറ്റ 1 ആയിരിക്കും, x2 റേസ് ടു ബീറ്റ 2, എക്സെട്ര സം xr റേസ് ടു ബീറ്റ r, പ്ലസ് സി ഇൻറ്റു സം സിഗ്മ x1 റേസ് ടു ഗാമ 1, x2 റേസ് ടു ഗാമ 2, എക്സെട്ര സം xx റേസ് ടു ഗാമ എസ് പ്ലസ് എക്സെട്ര. ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള സിഗ്മ ഫങ്ഷൻസിൻ്റെ സമ്മായിട്ട് ലീനിയർ കോമ്പിനേഷനായിട്ട് നമുക്ക് എന്തിനെഴുതാൻ പറ്റും? ഏതൊരു സിമ്മട്രിക് ഫങ്ഷനെയും എഴുതാൻ പറ്റും. അതാണ് സിമ്മട്രിക് ഫങ്ഷനും അതുപോലെ സിഗ്മ ഫങ്ഷനും തമ്മിലുള്ള റിലേഷൻ. Now we have to consider an example. We have a function phi equal to x1 plus x2 minus x3 minus x4 into x1 plus x3 minus x2 minus x4 into x1 plus x4 minus x2 minus x3. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് we have to verify
whether this function is a symmetric function. Symmetric function ആണോ എന്ന് വെരിഫൈ ചെയ്യണം. And break it or splitting it into sigma functions. Sigma function symmetric function ആണെങ്കിൽ sigma ഫംഗ്ഷൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതാൻ പറ്റും എന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊരു സിമ്മട്രിക് ഫംഗ്ഷൻ ആണോ ഫൈ എന്ന് ചെക്ക് ചെയ്യണം. അതോടൊപ്പം അതിനെ സിഗ്മ ഫങ്ഷൻസ് ആയിട്ട് സ്പ്ലിറ്റപ്പ് ചെയ്യണം, അല്ലെങ്കിൽ സിഗ്മ ഫങ്ഷൻസിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതണം. അപ്പോൾ ഇത് സിമ്മട്രിക് ഫങ്ഷൻ ആണോ എന്ന് വെരിഫൈ ചെയ്യാൻ നമുക്ക് റീപ്ലേസ് ചെയ്ത് നോക്കിയാൽ മതി. x1 പകരം x2 അങ്ങനെ റീപ്ലേസ് ചെയ്ത് നോക്കിയാൽ നമുക്കിത് സെയിം ഫങ്ഷൻ തന്നെ കിട്ടും, സെയിം റിസൾട്ട് തന്നെ കിട്ടും. ദാറ്റ് ഈസ് ട്രിവിയൽ. സോ ഇതൊരു സിമ്മട്രിക് ഫങ്ഷനാണ്. ദാറ്റ് ഈസ് ഇഫ് വി ചേഞ്ച് ദി വാരിയബിൾസ് x1, x2, x3 ആൻഡ് x4 then the function phi does not change. So this is a symmetric function in 4 variables. Now ഇതിൽ 3 ടേം ആണുള്ളത്, അതായത് 3 ഫാക്ടറിൻ്റെ പ്രോഡക്റ്റായിട്ടാണ് ഫൈ തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇനി സിഗ്മ ഫംഗ്ഷനായിട്ട് ഇതിനെ ലീനിയർ കോമ്പിനേഷനായിട്ട് റെപ്രസെൻ്റ് ചെയ്യണം, സ്പ്ലിറ്റ് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ടിപ്പിക്കൽ സിഗ്മ ഫംഗ്ഷൻ എടുക്കുക. ടിപ്പിക്കൽ കമ്പോണൻറ്റ് നമുക്കറിയാതെ x1 റൈസ് ടു ആൽഫ 1, x2 റൈസ് ടു ആൽഫ 2, x3 റൈസ് ടു ആൽഫ 3 ആൻഡ് x4 റൈസ് ടു ആൽഫ 4. 4 വേരിയബിളാണുള്ളത്, x1, x2, x3, x4. നമുക്ക് ക്വസ്റ്റ്യനിൽ കണ്ടാൽ അറിയാം. അപ്പോൾ അത്രയും ടേമുകളുടെ പ്രോഡക്റ്റിൻ്റെ പവറായിട്ടുള്ള ടിപ്പിക്കൽ ടേം. ഈ പവറിനൊരു പ്രത്യേകത ഉണ്ട്. ആൽഫ 1 പ്ലസ് ആൽഫ 2 പ്ലസ് ആൽഫ 3 പ്ലസ് ആൽഫ 4 എത്ര വരും? നമുക്ക് ഈ പ്രോഡക്റ്റ് നോക്കിയാൽ അറിയാം. മാക്സിമം, അതായത് x1ൻ്റെ പവർ ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ, ബ്രാക്കറ്റ് റിമൂവ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഓരോ ടേമും 3 പ്രോഡക്റ്റ് വരും. അതായത് ഇതിന്നൊരു ടേം വരും, ഇതിന്നൊരു ഫാക്ടർ വരും, ഇതിന്നൊരു ഫാക്ടർ വരും. 3 ഫാക്ടർ ഉണ്ടാവും, 3 വേരിയബിൾ ഉണ്ടായിരിക്കും ഓരോ പ്രോഡക്റ്റിലും. അപ്പോൾ ആ 3 വേരിയബിളിൻ്റെയും ഡിഗ്രി പവർ മാക്സിമം, അതായത് ആഡ് ചെയ്താൽ ആൽഫ 1 പ്ലസ് ആൽഫ 2 പ്ലസ് ആൽഫ 3 പ്ലസ് ആൽഫ 4 മാക്സിമം കിട്ടുക 3 ആണ്. അതായത് 3 ആയിരിക്കും എല്ലാത്തിലും. അതായത് ഇതിന്നൊരു ഫാക്ടർ വരും, ഇതിന്ന് ഒരു ഫാക്ടർ വരും, ഇതിന്ന് ഒരു ഫാക്ടർ വരും. 3ൻ്റെയും കൂടെ പവർ ആഡ് ചെയ്താൽ 3 കിട്ടും. ഓക്കെ, കാരണം എല്ലാം ലീനിയർ x1, x2, x3 അങ്ങനെയാണ്. x1 സ്ക്വയർ എന്നൊന്നും വരുന്നില്ല. അപ്പോൾ പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ ഓരോ ടേമിൻ്റെയും ഡിഗ്രി 1 ആണ്. സോ 3 ഫാക്ടർ ഉണ്ട്, ഓരോന്നും ഓരോ വേരിയബിൾ വന്ന് 3 വേരിയബിളിൻ്റെ കൂടെ പ്രോഡക്റ്റ് എടുത്താൽ എന്ത് വരും? പവർ 3 വരും. 1 + 1 + 1 3 വരും. സോ ആൽഫ 1 പ്ലസ് ആൽഫ 2 പ്ലസ് ആൽഫ 3 പ്ലസ് ആൽഫ 4 ഈക്വൽ ടു 3. ആൻഡ് വി സപ്പോസ് ദാറ്റ് ആൽഫ 1 ആണ് ഏറ്റവും വലുത്. ഈ പവറുകളിൽ ഏറ്റവും വലുതിനെ നമ്മൾ ആൽഫ 1 എന്നാണ് വിളിക്കുന്നത്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. ദെൻ തൊട്ട് താഴെ ആൽഫ 2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആൽഫ 3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആൽഫ 4 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 0. എല്ലാം പോസിറ്റീവ് നോൺ നെഗറ്റീവ് ഇൻറ്റീജേഴ്സ് ആണ്. അതുപോലെ ഏറ്റവും വലുത് ആൽഫ 1, ദെൻ അതിൻ്റെ താഴെ ആൽഫ 2, ദെൻ ആൽഫ 3 ആൻഡ് ഏറ്റവും ചെറുതാണ് ആൽഫ 4 എന്ന് നമ്മൾ സപ്പോസ് ചെയ്യുക. അതായത് ഏറ്റവും വലുതിനെ നമ്മൾ ആൽഫ 1 എന്ന് വിളിക്കുന്നു, ഏറ്റവും ചെറുതിനെ ആൽഫ 4 എന്നും വിളിക്കുന്നു. ദെൻ എന്താണ് ആൽഫ 1, ആൽഫ 2, ആൽഫ 3 ആൻഡ് ആൽഫ 4ൻ്റെ പോസിബിലിറ്റി എന്നാണ് നമ്മൾ എഴുതുന്നത്. ആൽഫ 1, ആൽഫ 2, ആൽഫ 3 ആൻഡ് ആൽഫ 4 പോസിബിലിറ്റി. സോ ആൽഫ 1 ആണ് ഏറ്റവും വലുത്. സം എടുത്തു കഴിഞ്ഞാൽ 3 കിട്ടണം. അപ്പോൾ 3 ആവാം. ആൽഫ 1 3 ആയി കഴിഞ്ഞാൽ പിന്നെ സമ്മ് 3 ആണ്. അപ്പോൾ ഇവിടെയൊക്കെ പിന്നെ ബാക്കിയുള്ള പവറുകളൊക്കെ ബാക്കിയുള്ള ആൽഫൈസൊക്കെ 0 ആയിരിക്കും. ഇനി ആൽഫ 1 2 വന്നു കഴിഞ്ഞാൽ, 3 ഇവിടെ എഴുതി, 2 വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ 2 വരാൻ പറ്റില്ല, കാരണം അപ്പോൾ 2 + 2 4 ആയിരിക്കും. സോ പിന്നെ ഇവിടെ 1 വരാം, ഇവിടെ പിന്നെ ടോട്ടൽ 3 ആയി, അപ്പോൾ 0. ഇനി ഇവിടെ 2 വന്നിട്ട് ഇവിടെ 0 വരാം, ഇവിടെ 1 വരാം. അങ്ങനെ ഒരു പോസിബിലിറ്റി ഇല്ല. കാരണം എന്താ? ആൽഫ 2 എന്ന് പറയുന്നത് ഒന്നുകിൽ ആൽഫ 3നേക്കാൾ വലുതായിരിക്കണം, അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കണം. ചെറുതാകാൻ പാടില്ല. ഇവിടെ ആകുമ്പോൾ ചെറുതായി പോവും. സോ ഇങ്ങനെ ഒരു പോസിബിലിറ്റി ഇല്ല. ഇനിയുള്ള പോസിബിലിറ്റി ഇവിടെ 1 വരാം, ആൽഫ 1 വരാം. സോ ആൽഫ 2 എന്ത് വരാം? പിന്നെ 2ഉം 3ഉം വരാൻ പാടില്ല, കാരണം ആൽഫ 1 ആണ് ഏറ്റവും വലുത്. പിന്നെ 1 1
ഇത് 0. സോ ഈ പോസിബിലിറ്റീസ് ആണ് നമ്മുടെ ആൽഫ 1, ആൽഫ 2, ആൽഫ 3, ആൽഫ 4-നുള്ളത്. അപ്പോൾ ആൽഫ 1 അതായത് പവേഴ്സിൻ്റെ പോസിബിലിറ്റീസ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഓരോ ടേമിൻ്റെയും ഇത് ഉപയോഗിച്ചിട്ട് ഈ പോസിബിലിറ്റീസ് ഉപയോഗിച്ചിട്ട് ഓരോ പവറും എങ്ങനെ വരും. ഇതാണ് ടിപ്പിക്കൽ ടേം x1 റൈസ് ടു ആൽഫ 1 ഇൻറ്റു x2 റൈസ് ടു ആൽഫ 2, x3 റൈസ് ടു ആൽഫ 3, x4 റൈസ് ടു ആൽഫ 4. സോ നമ്മുടെ ടേമുകൾ x1 റൈസ് ടു ആൽഫ 1 ആണ്. അപ്പോൾ x1 ക്യൂബ് വരും, x1 ക്യൂബ് വരാം. അപ്പോൾ x1 ക്യൂബിൻ്റെ കോഫിഷ്യൻ്റ് എന്താണെന്ന് നമുക്കറിയില്ല. സോ നമ്മളൊരു ax1 ക്യൂബ് എന്ന് എഴുതുന്നു. ഇങ്ങനെയുള്ളൊരു ടേം വരാം. ഇനി സെക്കൻഡ് പോസിബിലിറ്റി, അപ്പോൾ ഇത് ഓക്കെയാണ്, ഇത് വെച്ച് എഴുതാം. ഇനി അടുത്തത് x1 സ്ക്വയർ x2 ഇത്. അപ്പോൾ അതിന് നമ്മൾ b കൊടുത്തു, bx1 സ്ക്വയർ x2. ദെൻ മൂന്നാമത്തെ പോസിബിലിറ്റി x1 x2 x3. പവേഴ്സ് എല്ലാം 1 ആണ്. സോ ഇതിന് c എന്ന് കൊടുത്തു. സോ ഈ 3 ടേമുകളാണ് സിഗ്മ ഫങ്ഷൻസിൽ വരിക. a x1 ക്യൂബ്, b x1 സ്ക്വയർ x2, c x1 x2 x3. സോ ഇതിൻ്റെ കോമ്പിനേഷൻ ആയിരിക്കും, അതായത് a ഇൻറ്റു സിഗ്മ x1 ക്യൂബ് പ്ലസ് b ഇൻറ്റു സിഗ്മ x1 സ്ക്വയർ x2 പ്ലസ് c ഇൻറ്റു സിഗ്മ x1 x2 x3. ഇതായിരിക്കും ഫൈ. അപ്പോൾ ഇനി എയും ബിയും സിയും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫൈനെ സിഗ്മ ഫങ്ഷൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് അല്ലെങ്കിൽ സിഗ്മ ഫങ്ഷൻസിൻ്റെ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും സിഗ്മ ഫങ്ഷൻസിൻ്റെ ടേമിൽ ഫൈ. അപ്പോൾ അതിൽ എ ബി സി കണ്ടുപിടിക്കണം. അപ്പോൾ എയും ബിയും കണ്ടുപിടിക്കുന്നതിന് നമ്മൾ നമ്മുടെ ഫൈ ഒന്നുകൂടെ എഴുതാം. ഫൈ എന്ന് പറയുന്നത് x1 പ്ലസ് x2 മൈനസ് x3 മൈനസ് x4 ഇൻറ്റു x1 പ്ലസ് x3 മൈനസ് x2 മൈനസ് x4 ഇൻറ്റു ഒരു ടേം കൂടെ ഉണ്ട് x1 പ്ലസ് x4 മൈനസ് x2 മൈനസ് x3. ഇതാണ് ഫൈ. അപ്പോൾ അതിൽ എയും ബിയും ആണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എയും ബിയും കണ്ടുപിടിക്കുമ്പോൾ നമുക്കറിയാം എയും ബിയും നമ്മൾ കണ്ടെത്തുമ്പോൾ അവിടെ ഈ രണ്ട് പോസിബിലിറ്റി ഉണ്ട്, ആൽഫ 3യും ആൽഫ 4ഉം. അതായത് ആൽഫ 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ടും ആൽഫ 4ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേമുകൾ 0 ആണ്. ദാറ്റ് ഈസ് എ കണ്ടുപിടിക്കുമ്പോൾ എയുടെ ടേം എ സിഗ്മ x1 ക്യൂബാണ്. അവിടെ x2 വരുന്നില്ല, x3 വരുന്നില്ല, x4 വരുന്നില്ല. ബി കണ്ടുപിടിക്കാൻ അവിടെ x1 x2 വരുന്നുള്ളൂ, x3 x4ഉം വരുന്നില്ല. അപ്പോൾ അതൊന്ന് രണ്ടൊന്നും കൂടെ കോമൺ ആയിട്ട് നമുക്ക് പോസിബിലിറ്റി x3യുടെ ടേമും x4ൻ്റെ ടേമും ആബ്സെൻ്റ് ആണ് എന്നെടുക്കാം. ഈ എയും ബിയും വരുന്ന ടേംസിൽ, അതായത് എയും ബിയും കോഫിഷ്യൻ്റായി വരുന്ന ടേമുകളിൽ x3യും x4ഉം ഇല്ല. x3 ഈക്വൽ ടു 0, x4 ഈക്വൽ ടു 0 എന്ന് കൊടുക്കാം. അങ്ങനെയുള്ള ഫൈലെ ടേം കണ്ടുപിടിക്കാം. അപ്പോൾ ഇത് ഫൈൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഫൈ ബിക്കംസ് ഈക്വൽ ടു x1 പ്ലസ് x2 ഇൻറ്റു x1 മൈനസ് x2 ഇൻറ്റു x1 മൈനസ് x2. സോ x1 പ്ലസ് x2 ഇൻറ്റു x1 മൈനസ് x2 ഹോൾ സ്ക്വയർ. ദാറ്റ് ഈസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് x1 ക്യൂബ് പ്ലസ് x1 x2 സ്ക്വയർ മൈനസ് 2x1 സ്ക്വയർ x2 പ്ലസ് x1 സ്ക്വയർ x2 പ്ലസ് x2 റൈസ് ടു 4 മൈനസ് 2x1 x2 സ്ക്വയർ. അപ്പോൾ എയും ബിയും കണ്ടുപിടിക്കണം. എ എന്ന് പറയുന്നത് കോഫിഷ്യൻ്റ് ഓഫ് x1 ക്യൂബുകളുടെ സമ്മേഷൻ, അതായത് ഇതിൽ വരുന്ന x1 ക്യൂബുകളുടെയൊക്കെ സമ്മ ചെയ്തിട്ടുള്ളതിൻ്റെ കോഫിഷ്യൻ്റ്. അപ്പോൾ ആകെ ഒരു ടേമേ ഉള്ളൂ x1 ക്യൂബ്. സോ എ ഈക്വൽ ടു 1. ഇനി ബി എന്ന് പറയുന്നത് x1 സ്ക്വയർ x2ൻ്റെ കോഫിഷ്യൻ്റ്. അപ്പോൾ x1 സ്ക്വയർ x2 വരുന്ന ടേമുകൾ ഒന്ന് ഇതും ഇതുമാണ്. അപ്പോൾ അത് രണ്ടും കൂടെ സമ്മ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൈനസ് x1 സ്ക്വയർ x2 എന്ന് കിട്ടും. സോ ബി ഈക്വൽ ടു -1, കോഫിഷ്യൻ്റ് ഓഫ് x1 സ്ക്വയർ x2. എയും ബിയും കിട്ടിക്കഴിഞ്ഞു. ഇനി സി കാണണം. സി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ്
x1 x2 x3യുടെ കോഫിഷ്യൻ്റ് ആണ്. അപ്പോൾ സിയുടെ കൂടെ വരുന്ന ടേമിൽ x1 ഉണ്ട്, x2 ഉണ്ട്, x3 ഉണ്ട്, പക്ഷേ x4 ആബ്സെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഫയൽ ഏത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? x4 ഈക്വൽ ടു 0 എന്ന് പറയുന്നത് ഫയൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആദ്യം എടുക്കുന്ന ഫയലാണ് കേട്ടോ. അപ്പോൾ രണ്ടാമത് നമ്മൾ ഇവിടെ ഈ ഫയലല്ല, അത് എയും ബിയും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള കണ്ടീഷൻ അപ്ലൈ ചെയ്താണ്. അപ്പോൾ ഓരോ കണ്ടീഷനും അപ്ലൈ ചെയ്യേണ്ടത് നമുക്ക് തന്നിരിക്കുന്ന ഫയലാണ്. അപ്പോൾ x4 0 ആണെന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ x4 0 എന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5 എന്ന് പറയുന്നത് ഇങ്ങനെ കിട്ടും. 5 ഈക്വൽ ടു x1 പ്ലസ് x2 മൈനസ് x3 ഇൻറ്റു x1 പ്ലസ് x3 മൈനസ് x2 ഇൻറ്റു x1 മൈനസ് x2 മൈനസ് x3 ഇങ്ങനെ കിട്ടും 5. ഇനി നമുക്ക് വേണ്ടത് കോഎഫിഷ്യൻ്റ് ഓഫ് x1 x2 x3. അപ്പോൾ അത് കിട്ടാൻ ഒന്നുകിൽ ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് 3 ബ്രാക്കറ്റ് ഉണ്ട്, അത് സാധാരണ പോലെ ബ്രാക്കറ്റ് റിമൂവ് ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ അതിൽ x1 x2 x3 എന്ന് പറയുന്ന ടേമുകൾ കാൽക്കുലേറ്റ് ചെയ്യുക. അത് ക്യാൻസൽ ചെയ്യാനുള്ളത് ക്യാൻസൽ ചെയ്യുക, ആഡ് ചെയ്യാനുള്ളത് ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് സി കിട്ടും. അല്ലെങ്കിൽ നമ്മൾ അതിലെ പോസിബിലിറ്റീസ് നോക്കുക. നമുക്ക് x1 x2 x3 ആണ് വരേണ്ടത്. അപ്പോൾ നമ്മൾ പിക്കിങ്, അപ്പോൾ അതായത് ആദ്യത്തെ 3 ഫാക്ടറാണുള്ളത് 1 2 3. ആദ്യത്തെ ഫാക്ടറിൽ നിന്ന് നമ്മൾ x1 എടുത്തുന്നു, ദെൻ രണ്ടാമത്തേൽ നിന്ന് x2 എടുത്തു, മൂന്നാമത്തേൽ നിന്ന് x3 എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു x1 x2 x3 അതിൻ്റെ പ്രോഡക്റ്റ് കൺസിഡർ ചെയ്താൽ 3 കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ പ്രോഡക്റ്റ് x1 x2 x3 എന്ന് കിട്ടും. അപ്പോൾ അതെന്താ വരിക? ഇവിടുന്ന് x1, ഓക്കെ, ഇവിടുന്ന് മൈനസ് x2 വരിക, ഇവിടെ മൈനസ് x3 ആണുള്ളത്. പ്രോഡക്റ്റ് എന്ത് വരും? x1 x2 പ്ലസ് x1 x2 x3 എന്ന് കിട്ടും. ഒരു ചോയ്സ്. ഇനി രണ്ടാമത്തേത് പിക്കിംഗ്, ഈ ഓർഡർ മാറ്റിയിട്ട് x1 x2 x3 എന്നുള്ള പ്രോഡക്റ്റ് കിട്ടാൻ x1 ആദ്യം, x2 രണ്ടാമത്, x3 മൂന്നാമത് തന്നെ എടുക്കണ്ടല്ലോ, പല ഓർഡറിൽ മാറ്റിയെടുക്കാം. പിക്കിംഗ് x1 x3 x2 എന്നുള്ള ഓർഡറിൽ എടുത്തു. അതായത് ആദ്യത്തേൽ നിന്ന് x1 ഇതാണ്, ഓക്കെ, രണ്ടാമത്തേൽ നിന്ന് x3 അതും ഓക്കെ, മൂന്നാമത്തേൽ നിന്ന് x2, പക്ഷെ അവിടെ മൈനസ് x2 ആണ്. സോ വി ഗെറ്റ് ദ പ്രോഡക്റ്റ് ആസ് മൈനസ് x1 x2 x3. സോ ഒരു പ്ലസ് കിട്ടി, ഒരു മൈനസ് കിട്ടി. ഇത് തന്നെയാണ് ബ്രാക്കറ്റ് റിമൂവ് ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ അവസാനം എല്ലാം കൂടെ ആഡ് ചെയ്താൽ മതി. ഇനി മൂന്നാമത്തെ ചോയ്സ് നമ്മൾ ആ അറേഞ്ച്മെൻ്റ് ഒന്ന് മാറ്റി കൊടുക്കുക. x2 x1 x3 എന്നുള്ള ടേമിൽ എടുക്കുക. അതായത് ആദ്യത്തിൽ നിന്ന് x2, ദെൻ x1, ഓക്കെ, ദെൻ x3, അപ്പോൾ മൈനസ് ആയിട്ട്. അപ്പോൾ ദ പ്രോഡക്റ്റ് ഈസ് മൈനസ് x1 x2 x3. ഇനി നാലാമത്തെ കേസ് x2 x3 x1. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഞാനിവിടെ എഴുതുന്നുണ്ട് പ്ലസ് x1 x2 x3 ആണ്. ചെക്ക് ചെയ്ത് നോക്കുക. അഞ്ചാമത്തെ ചോയ്സ്, അതായത് ആദ്യം നമ്മൾ x1നെ ഫസ്റ്റ് കൊടുത്തു, ദെൻ x2ൻ്റെ ഫസ്റ്റ്, ദെൻ x3 ഫസ്റ്റ് ആയിട്ട്, ദെൻ x3 x1 x2 ആൻഡ് പ്രോഡക്റ്റ് ഈസ് കിട്ടുന്നത് പ്ലസ് x1 x2 x3 ആണ്. ദെൻ ആറാമത്തത് x3 x2 x1 x3 x2 x1, അവയുടെ പ്രോഡക്റ്റ് കിട്ടുന്നത് പ്ലസ് x1 x2 x3 ആണ്. പ്ലസ് ആണോ മൈനസ് ആണോ ശ്രദ്ധിച്ചാൽ മതി. ഇനി ആകെ എത്ര പ്ലസ് ഉണ്ട് നോക്കുക. 1 2 3 4, 4 എണ്ണം. മൈനസോ? മൈനസ് ഉള്ളത് ഇവിടെ ഒന്നുണ്ട് 1, ദെൻ ഇവിടെ 1 2. അപ്പോൾ ടോട്ടൽ x1 x2 x3യുടെ എത്ര x1 x2 x3 വരും? 4 മൈനസ് 2, 2 എണ്ണം. ദാറ്റ് ഈസ് 2 x1 x2 x3 വരും. ദാറ്റ് മീൻസ് c ഈക്വൽ ടു 2. c ഈക്വൽ ടു 2 എന്ന് കിട്ടും. സോ 5 ഈക്വൽ ടു a ഇൻറ്റു സിഗ്മ x1 ക്യൂബ് പ്ലസ് b ഇൻറ്റു സിഗ്മ x1 സ്ക്വയർ x2 പ്ലസ് c ഇൻറ്റു സിഗ്മ x1 x2 x3 ആയിരുന്നു. അപ്പോൾ a 1 ആണ്. സോ സിഗ്മ x1 ക്യൂബ്, b മൈനസ് 1 ആണ്, മൈനസ് സിഗ്മ x1 സ്ക്വയർ x2 പ്ലസ് c എന്ന് പറഞ്ഞാൽ 2 ആണ്, 2 സിഗ്മ x1 x2 x3. ഇതാണ് ഫൈയുടെ ലീനിയർ കോമ്പിനേഷൻ ആസ് എ സിഗ്മ ഫങ്ഷൻസ്. സോ we consider another examples.
verify that the following functions are symmetric and break them up into sigma functions അല്ലെങ്കിൽ splitting into sigma functions or write as a linear combination of sigma functions. അപ്പോൾ അതിൽ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. ഫൈ ഈക്വൽ ടു ലെറ്റ് ഫൈ എന്ന പേര് കൊടുക്കാം x1 plus x2 x1 plus x3 then x2 plus x3 സിമെട്രിക് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ട്രിവിയലി നമുക്ക് കിട്ടും. x1 x2 x3 എങ്ങനെ റീപ്ലേസ് ചെയ്താലും ഈ ഫംഗ്ഷന് മാറ്റം ഉണ്ടാവില്ല. x1ന് പകരം x2 ചെയ്തു, x1ന് പകരം x3 അങ്ങനെയൊക്കെ ചെയ്താൽ ഫംഗ്ഷൻ മാറില്ല. സോ ഫൈ ഈസ് എ സിമെട്രിക് പോളിനോമിയൽ ഇൻ 3 variables x1 x2 x3 ഉള്ളൂ, നേരത്തെ പോലെ 4 ഇല്ല. ആൻഡ് വി കൺസിഡർ ദ typical term x1 raised to alpha 1 x2 raised to alpha 2 x3 raised to alpha 3 where alpha 1 plus alpha 2 plus alpha 3 എന്തോരും പ്രോഡക്റ്റ് ചെയ്താൽ ഇറ്റ് ഈസ് 3 വരുള്ളൂ. കാരണം ഓരോന്നും ഓരോ ടേം എടുക്കുകയാണ്. എല്ലാ ടേമുകളും x1 ആയാലും x2 ആയാലും x3 ആയാലും x4 ആയാലും ഏത് ബ്രാക്കറ്റിലായാലും ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഏതിലായാലും ലീനിയർ ആണ്. സോ പവേഴ്സിൻ്റെ സമ്മ് 3 ആയിരിക്കും. സപ്പോസ് ദാറ്റ് alpha 1 greater than or equal to alpha 2 greater than or equal to alpha 3 greater than or equal to 0. ഏറ്റവും വലുത് alpha 1ഉം ഏറ്റവും ചെറുത് alpha 3ഉം എല്ലാതും നോൺ നെഗറ്റീവ് ഇൻറ്റീജേഴ്സ് ആണ്. ആൻഡ് ദി പോസിബിലിറ്റീസ് ആർ പവേഴ്സിൻ്റെ പോസിബിലിറ്റീസ് alpha 1 alpha 2 alpha 3. പോസിബിലിറ്റീസ് ആർ വി ഹാവ് ആഡ് ചെയ്താൽ 3 കിട്ടണം. അപ്പോൾ ആദ്യത്തത് ആഡ് ചെയ്താൽ 3 കിട്ടണം. ഇപ്പോൾ ഫസ്റ്റ് ആൽഫ 1 3 വരുമോ എന്ന് ചെക്ക് ചെയ്യണം. ദാറ്റ് ഈസ് ആൽഫ 1 3 വരുമെന്ന് പറയുമ്പോൾ x1 ക്യൂബ് എന്നുള്ള ടേം വരും, അല്ലെങ്കിൽ x1 തന്നെ വേണമെന്നില്ല x2 ക്യൂബ് എന്നുള്ള ടേം വരാം. സമ്മിൽ x3 ക്യൂബ് ഏതെങ്കിലും ക്യൂബ് വരുന്ന ടേം വരൂ എന്ന് നോക്കണം. പക്ഷെ ഇവിടെ നോക്കും നമ്മൾ x1 എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്താലും ഒരു ടേം മാക്സിമം സെക്കൻഡ് പവർ വരെ വരും. കാരണം x1 plus x2 x1 plus x3 x2 plus x3 ആണ്. അതായത് 2 ബ്രാക്കറ്റിൽ മാക്സിമം 2 ബ്രാക്കറ്റിൽ മാത്രമേ ഒരേ വേരിയബിൾ വരുന്നുള്ളൂ. 3 എണ്ണത്തിലും ഒരേപോലെ വരുന്നില്ല. 3 എണ്ണത്തിലും ഒരേപോലെ വന്നാലാണ് ക്യൂബ് വരിക അല്ലേ. അപ്പോൾ x1 സ്ക്വയർ വരാം, x2 സ്ക്വയർ വരാം, x3 സ്ക്വയർ വരാം, പക്ഷേ ക്യൂബ് വരില്ല. സോ 3 പോസിബിൾ അല്ല, 2 ആണ് മാക്സിമം പോസിബിൾ. 2 പക്ഷേ ആഡ് ചെയ്താൽ എന്ത് കിട്ടണം? 3 കിട്ടണം. അപ്പോൾ 2 1 0 ആദ്യത്തെ പോസിബിലിറ്റി. ദെൻ അടുത്തത് 1 1 1 വരാം അല്ലേ. ആഡ് ചെയ്താൽ 3 കിട്ടണം. അപ്പോൾ ഈ 2 പോസിബിലിറ്റി ആണുള്ളത്. ദെൻ നമ്മുടെ ടേമുകൾ എങ്ങനെ വരും? x1 സ്ക്വയർ x2, അപ്പോൾ എ എന്ന് കൊടുത്തു. ദെൻ ബി x1 x2 x3 ഈ 2 ടേമുകളാണ് വരിക. അതായത് 5 ഇങ്ങനെ ഉണ്ടാവും, എ സിഗ്മ x1 സ്ക്വയർ x2 പ്ലസ് ബി സിഗ്മ x1 x2 x3. അപ്പോൾ ഇനി എയും ബിയും കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത പ്രോബ്ലം. അപ്പോൾ എ കണ്ടുപിടിക്കാൻ നമുക്കറിയാം എയുടെ കൂടെ വരുന്നത് x1 സ്ക്വയർ x2 ആണ്, അതായത് x3 0 ആണ്. സോ എ കണ്ടുപിടിക്കാൻ നമുക്ക് put x3 equal to 0 in 5. So 5 becomes 5 equal to x3. 0 കൊടുത്താൽ നമ്മുടെ 5 എന്ന് പറയുന്നത് ഇവിടെ ഇത് 0 ആയി പോവും, ഇവിടെ 0 ആയി പോവും. സോ വി ഗെറ്റ് 5 equal to x1 plus x2 into x1 into x2. ഒന്ന് ബ്രാക്കറ്റ് റിമൂവ് ചെയ്താൽ x1 സ്ക്വയർ x2 പ്ലസ് x1 x2 സ്ക്വയർ. അപ്പോൾ എ എന്ന് പറയുന്നത് x1 സ്ക്വയർ x2ൻ്റെ കോഫിഷ്യൻ്റ് ആണ്, x1 സ്ക്വയർ x2. അപ്പോൾ എ ഈക്വൽ ടു 1 എന്ന് കിട്ടും. ടു ഡിറ്റർമൈൻ ബി എന്ന് പറഞ്ഞാൽ കോഫിഷ്യൻ്റ് ഓഫ് x1 x2 x3. അപ്പോൾ നമുക്ക് x1 x2 x3 3 ടേമും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നിനും 0 കൊടുക്കാൻ പറ്റില്ല. നമുക്ക് ഉള്ള ആ ഫയൽ, നമുക്ക് ആദ്യം തന്ന ഫയൽ തന്നെ അതിലൊന്നിലും നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. നേരത്തെ നമുക്കൊരു 0 കൊടുക്കാമായിരുന്നു,
പക്ഷേ ഇപ്പോൾ ഇതിൽ 3 ടേം ഉണ്ട്, x1 x2 x3 ഉണ്ട്. അപ്പോൾ 0 കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഒന്നുകിൽ ഈ ബ്രാക്കറ്റ് റിമൂവ് ചെയ്യാം, എന്നിട്ട് x1 x2 x3യുടെ കോഫിഷ്യൻ്റ് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ നേരത്തെ പോലെ നമ്മൾ പിക്ക് ചെയ്യുക, ഓരോ പോസിബിലിറ്റീസ് പിക്ക് ചെയ്യുക. അപ്പോൾ ആദ്യത്തിൽ നമുക്ക് ഓരോന്ന് വന്നാൽ x1 x2 x3 എന്നുള്ള ഓർഡറിൽ എടുക്കാം. പ്രോഡക്റ്റ് കിട്ടുക, x1 ഉണ്ട് ഇവിടെ, ദെൻ x2 ഇവിടെ ഇല്ല, അപ്പോൾ ഈ ഓർഡർ ഉണ്ടാവില്ല. അപ്പോൾ എങ്ങനെ എടുക്കാം? ആദ്യത്തേന് നമുക്ക് x1 എടുക്കാം, രണ്ടാമത്തേന്ന് x3 എടുക്കാം, മൂന്നാമത്തേന്ന് x2. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? പ്ലസ് x1 x3 പ്രോഡക്റ്റ് എന്ത് കിട്ടും? പ്ലസ് x1 x2 x3. ഇനി അടുത്ത പോസിബിലിറ്റി, ആദ്യത്തേൽ നിന്ന് x2 എടുക്കാം, അല്ലേ? രണ്ടാമത്തേൽ നിന്ന് x3 എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ x1 ഇല്ല, അപ്പോൾ അതില്ല. അപ്പോൾ x3 എടുക്കണ്ട, നമുക്ക് രണ്ടാമത്തേൽ നിന്ന് x1 എടുക്കാം, മൂന്നാമത്തേൽ നിന്ന് x3 എടുക്കാം. അപ്പോൾ x2 x1 x3 എന്നുള്ള ഓർഡറിൽ എടുത്തു കഴിഞ്ഞാൽ പ്രോഡക്റ്റ് ഒക്കെ പ്ലസ് ആണ്, പ്ലസ് x1 x2 x3. ഈ രണ്ട് പോസിബിലിറ്റി ഉണ്ടാവും. ഇനി വേറൊരു രീതിയിൽ, വേറൊരു അറേഞ്ച്മെൻറ്റിൽ നമുക്ക് ഈ പ്രോഡക്റ്റ് കിട്ടില്ല. പ്രോഡക്റ്റ് x1 x2 x3 ഇതല്ല, പ്രോഡക്റ്റ് x1 x2 x3 കിട്ടില്ല. അപ്പോൾ രണ്ട് x1 x2 x3 ആണുള്ളത്, സം ചെയ്താൽ. അപ്പോൾ we get 2x1 x2 x3, that is b equal to 2. Therefore phi equal to a into, that is 1 into sigma x1 square x2 plus b into, that is 2 into sigma x1 x2 x3 എന്ന് കിട്ടും. So that is the second problem. Then next we take the second question. Phi equal to x1 minus x2 whole square into x3 plus x1 minus x3 whole cube into x2 plus x2 minus x3 whole square into x1. അപ്പോൾ ഇതൊരു ക്ലിയർലി ഇറ്റ് ഈസ് ഹോൾ സ്ക്വയർ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ മൈനസ് ആണെങ്കിലും ഇൻ്റർചേഞ്ച് ചെയ്താലും സ്ക്വയർ ആയതുകൊണ്ട് ഫങ്ഷന് മാറ്റം ഉണ്ടാവില്ല, സിമ്മട്രിക് ആണ്. ഇൻ 3 variables x1 x2 x3 and the typical term x1 raised to alpha 1, x2 raised to alpha 2 and x3 raised to alpha 3 were alpha 1 plus alpha 2 plus alpha 3 എന്ത് വരും? അപ്പോൾ ആദ്യത്തേൽ ഒരു സ്ക്വയർ ടേം വരും, ദെൻ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്താൽ x3, ഇവിടെ ഒരു സ്ക്വയർ ടേമും ഇവിടെ ഒരു പ്ലസ് 1ഉം, 2 plus 1 3 വരും. ഓക്കെ, ആൻഡ് alpha 1 greater than or equal to alpha 2 greater than or equal to alpha 3 greater than or equal to 0. Then the possibilities are alpha 1, alpha 2, alpha 3. Possibilities അതായത് x1 x2 x3 ആണല്ലോ. x1ൻ്റെ പവർ മാക്സിമം എത്ര വരാം? നമുക്ക് ക്വസ്റ്റ്യൻ കണ്ടാൽ അറിയാം, മാക്സിമം സ്ക്വയർ വരുന്നുണ്ട് ഇവിടെ. അപ്പോൾ സ്ക്വയർ വരാം, അല്ലേ? സ്ക്വയർ വരാം 2. ദെൻ 2 വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ 1 0. ഇനി 1 വരാം, 1 കഴിഞ്ഞാൽ 1 1 1. അപ്പോൾ ഈ രണ്ട് പോസിബിലിറ്റീസ് ആണ് ഉള്ളത്. സോ വി ഹാവ് ദ ടേംസ് ആസ് a x1 സ്ക്വയർ x2 ആൻഡ് b x1 x2 x3. അപ്പോൾ എയും ബിയും കണ്ടുപിടിക്കണം. എയിൽ നമുക്കറിയാം x1 സ്ക്വയർ x2 ആണ്, x3യുടെ ടേം 0 ആണ്. അപ്പോൾ നമുക്ക് 5ൽ x3 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. x3 ഈക്വൽ ടു 0 ഇൻ 5, ദെൻ 5 implies 5 ഈക്വൽ ടു എന്ത് കിട്ടും? x3 0 ആണ്. സോ ആദ്യത്തെ ടേം 0 ആയി പോവും. രണ്ടാമത്തെ ടേമിൽ x1 സ്ക്വയർ x2 ഉണ്ടാവും, മൂന്നാമത്തെ ടേമിൽ പ്ലസ് x2 square x1, x2 square x1. So a is the coefficient of x1 square x2, that means a equal to 1 എന്ന് കിട്ടും, a equal to 1. Then b കാണണം. ബിയിൽ നമുക്കറിയാം ബിയുടെ കോഫിഷ്യൻ്റ് x1 x2 x3 ആണ്. സോ ഇതിൽ ഒന്നും ക്യാൻസൽ ചെയ്യാനില്ല, 5ൽ ഒന്നും, അതായത് 0 കൊടുക്കാനൊന്നുമില്ല, കാരണം 3 വേരിയബിളും പ്രസൻ്റ് ആണ്, x1 x2 x3. അപ്പോൾ നമ്മൾ ഇത് റിമൂവ് ചെയ്തിട്ട് നമുക്ക് x1 x2 x3യുടെ
കോഷ്യൻ്റ് അതായത് x1 മൈനസ് x2 ഹോൾ സ്ക്വയർ കാണുക, അതിന് x3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അടുത്ത ടേം കാണുക, അല്ല മൂന്നാമത്തെ ടേമും കാണുക, ദെൻ ആഡ് ചെയ്യുക. അങ്ങനെ കിട്ടുമ്പോൾ നമുക്ക് x1 x2 x3യുടെ കോഷ്യൻ്റ് കാണാം, അല്ലെങ്കിൽ നേരത്തെ പോലെ പിക്ക് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ബ്രാക്കറ്റിൽ നിന്ന് നമ്മൾ 5 ഒന്നുകൂടെ എഴുതാം. x1 മൈനസ് x2 ഹോൾ സ്ക്വയർ x3 പ്ലസ് x1 മൈനസ് x3 ഹോൾ സ്ക്വയർ x2 പ്ലസ് x2 മൈനസ് x3 ഹോൾ സ്ക്വയർ x1. ഇതാണ് 5. അപ്പോൾ ഫസ്റ്റ് ബ്രാക്കറ്റിൽ നിന്ന് നമ്മൾ x1 എടുക്കുന്നു, സെക്കൻഡ് ബ്രാക്കറ്റിൽ നിന്ന് x2, സെക്കൻഡ് ബ്രാക്കറ്റ് അല്ല സെക്കൻഡ് ടേം, ദെൻ അടുത്തതിൽ നിന്ന് x3. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഫ്രം ഫാക്ടർ 1, ഓക്കെ, ഇവിടെ സ്ക്വയറും x3 മൂന്ന് പ്രോഡക്റ്റ് അല്ല, ഓരോ ടേമുകളാണ് അല്ലേ, ഇടയ്ക്ക് പ്ലസ് വരുന്നുണ്ട്. അപ്പോൾ നേരത്തെ പോലെ നമുക്ക് ഇങ്ങനെ ഓരോന്നെടുത്തിട്ട് നമുക്ക് പ്രോഡക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഫാക്ടർ 1 നമുക്ക് ഓരോ ഫാക്ടറായിട്ട് കൺസിഡർ ചെയ്യാം. ഇത് ഫാക്ടർ 1, ഇത് 2, ഇത് 3. അപ്പോൾ ഫാക്ടർ 1 x1 x2 x3 എന്നുള്ള ഓർഡറിൽ വരുമോ നോക്കാം. അപ്പോൾ x1 x2 x3 എന്നുള്ള ഓർഡറിൽ വരണമെങ്കിൽ അപ്പോൾ x1 മൈനസ് x2 ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് x1 സ്ക്വയർ പ്ലസ് x2 സ്ക്വയർ മൈനസ് 2x1 x2 എന്ന് കിട്ടും. പിന്നെയാണ് x3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ x1 x2 x3 ആ പ്രോഡക്റ്റ് കിട്ടുന്നത് we get their product as മൈനസ് 2x1 x2 x3 ആണ് കിട്ടുക അല്ലേ. ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഓരോ ടേമും എക്സ്പാൻഡ് ചെയ്യാം, സെക്കൻഡ് ടേമും തേർഡ് ടേമും അങ്ങനെ സമ്മ് ചെയ്യാം. ദെൻ നമുക്ക് സുഖമായിട്ടത് കിട്ടും, കുറച്ച് ടൈം എടുക്കുന്നേ ഉള്ളൂ. ഇത് ഫസ്റ്റ്. ദെൻ സെക്കൻഡ് ഫാക്ടറിന്, അപ്പോൾ ഫസ്റ്റ് ഫാക്ടറിന് നമുക്ക് x1 x2 x3 എന്നുള്ള പ്രോഡക്റ്റാണ് വേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഫാക്ടറിന് ഇവിടെ ഓരോന്നും ഓരോ ഫാക്ടർ ഇടയ്ക്ക് സമ്മ് വരുന്നതുകൊണ്ടാണ് ഓരോ ഫാക്ടറിന്ന് എടുക്കുന്നത്. മറ്റേത് നമുക്ക് എല്ലാം പ്രോഡക്റ്റായിരുന്നു, നേരിട്ടുള്ള പ്രോഡക്റ്റ്. അപ്പോൾ ഒന്നിച്ചൊറ്റ പ്രോഡക്റ്റായിട്ട് കിട്ടും. ഇവിടെ ഓരോ ഫാക്ടറിൽ നിന്നുള്ള പ്രോഡക്റ്റ് എടുക്കണം. അപ്പോൾ ഫസ്റ്റ് ഫാക്ടറിൽ നിന്നുള്ള പ്രോഡക്റ്റ് ഇങ്ങനെയാണ് വരിക, മൈനസ് 2x1 x2 x3. ബാക്കിയുള്ള ടേമുകൾ നമുക്ക് കൺസിഡർ ചെയ്യേണ്ട, കാരണം നമുക്ക് വേണ്ടത് x1 x2 x3യുടെ കോഫിഷ്യൻ്റ് ആണ്. സെക്കൻഡ് ഫാക്ടറിന് പ്രോഡക്റ്റ് കിട്ടുന്നത് x1, ഇവിടെ x1 മൈനസ് x3 ആണ്. അപ്പോൾ x1 x3 x2 എന്നുള്ള ഫോമിലാണ് കിട്ടുക, കാരണം x2 പുറത്താണ്, ആ ഓർഡറിൽ കിട്ടും. അപ്പോൾ പ്രോഡക്റ്റ് കിട്ടുക അവിടെയും മൈനസ് 2x1 x2 x3 തന്നെ ആയിരിക്കും. ഇനി മൂന്നാമത്തെ ടേമിലും ഒരേപോലെ ആയിരിക്കുന്നതാണ് എല്ലാ ടേമും, അതുകൊണ്ട് ടേമുകളുടെ x1 x2 x3യുടെ ടേം സെയിം തന്നെ ആയിരിക്കും. മൂന്നാമത്തേൽ നമുക്ക് x2 x3 x1 ഫോമിലാണ് കിട്ടുക, അവിടെയും 2x1 x2 x3. അപ്പോൾ 6 ഉണ്ട്, അതായത് മൈനസ് 6 x1 x2 x3 കിട്ടും. അപ്പോൾ b ഈക്വൽ ടു മൈനസ് 6. therefore 5 ഈക്വൽ ടു a ഇൻറ്റു സിഗ്മ x1 സ്ക്വയർ x2 പ്ലസ് b ഇൻറ്റു സിഗ്മ x1 x2 x3 എന്നായിരുന്നു. ദാറ്റ് ഈസ് a ഈക്വൽ ടു 1 ആണ്. സിഗ്മ x1 സ്ക്വയർ x2 മൈനസ് 6 ഇൻറ്റു സിഗ്മ x1 x2 x3. So this is the linear combination of a phi as sigma functions. Thank you.